നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന 24-26 തീയതികളിലായി ചാവറ കൾച്ചറൽ സെന്ററിൽ മാജിക് കീഫ് അവതരിപ്പിക്കുന്ന നാടകം ബോംബെ ടൈലർ. ടോക്ക് ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോംബെ ടൈലേഴ്സിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ്. റിഹേഴ്സൽ ഫുൾ സ്വിങ്ങിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, സിനിമാക്കാരുൾപ്പെടെ. എനിക്ക് തോന്നുന്നൊരു 10-9 വർഷത്തിന് ശേഷം ഒന്നും കൂടെ കംബാക്ക് വരികയാണ് ബോംബെ ടൈലേഴ്സ് നമ്മുടെ മുന്നിൽ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. നമുക്ക് ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിനെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെട്ട് അവരുടെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ നായികയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ കുറച്ച് കൂടിയ മേക്കപ്പിലൊക്കെ ഇറങ്ങിയത്. ബോംബെ ടൈലേഴ്സ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഖാദർ ബാബു എന്ന് പറയുന്ന തെലുങ്ക് കഥാകൃത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബോംബെ ടൈലേഴ്സ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നാടകം ചെയ്തിട്ടുള്ളത്. ബേസിക്കലി മാറ്റം വന്നത് എൻ്റെ മുടി നരച്ചു. നമുക്കിതിലെ ഡയറക്ടറായ ശ്രീ വിനോദ് കുമാറിനോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സർ. ഈ ചേട്ടാ, ബോംബെ ടൈലേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ബോംബെ ടൈലേഴ്സ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഖാദർ ബാബു എന്ന് പറയുന്ന തെലുങ്ക് കഥാകൃത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബോംബെ ടൈലേഴ്സ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്തിട്ടുള്ളത്. ഈ നാടകം എന്ന് പറയുന്നത് നമ്മളതിനെ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു 60 വർഷക്കാലത്തെ 1960-കൾ മുതൽ 1925 വരെയുള്ള ഒരു തുന്നൽ ചരിത്രം കൂടിയാണ് നാടകത്തിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. 2 രീതിയിലാണത്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടം നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ് ബോംബെ ടൈലേഴ്സ് അടിസ്ഥാനപരമായിട്ട് സംസാരിക്കുന്നത്. ഇതിപ്പോ ഈ കഴിഞ്ഞ 9 വർഷമായിട്ടാണല്ലോ ഇതിപ്പോ ഞങ്ങൾ ആദ്യം ചെയ്തത് 2016-17 അത് നമ്മൾ അദീബി സ്കൂൾ ഓഫ് പെർഫോമൻസ് എന്നിട്ട് അതിൻ്റെ പേരിലാണ് നാടകം ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ വീണ്ടും ഒരു 9 വർഷത്തിന് ശേഷം പ്ലേ ചെയ്യുകയാണ്. അപ്പം നമ്മളൊരു കൊറോണയ്ക്കൊക്കെ ശേഷമൊക്കെ നിൽക്കുന്ന ഒരു പീരീഡാണ്. അപ്പം അതിനകത്ത് ഈ മാറ്റങ്ങളെല്ലാം നാടകത്തിലും കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിനകത്താണെങ്കിലും നമ്മൾ പുതിയ സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, റീറൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാടകം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു മലയാളത്തിലെ ഒരു അഭിനയ ചരിത്രം കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള പോപ്പുലർ കൾച്ചറിനകത്തുള്ള പോപ്പുലറായിട്ടുള്ള ഫിലിമിനകത്തുള്ള നാടകത്തിനകത്തുള്ള ആക്ടിങ് ശൈലികളെ നമ്മൾ അതുപോലെ തന്നെ നാടകത്തിലും ചെയ്യുന്നുണ്ട്. കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് തുടങ്ങിയ ഒരു പീരീഡിന് പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള പുതിയ കാലത്തിലേക്ക് നമ്മൾ ആക്ടിങ്ങിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പീരീഡിനനുസരിച്ച് പിന്നെ ഒരു കോസ്റ്റ്യൂം ഡ്രാമ കൂടിയാണ്. ഓരോ പീരീഡിൻ്റെയും കോസ്റ്റ്യൂംസിനെ നമ്മൾ അതുപോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂമുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു പ്ലേക്കകത്ത്. ഇത് അത്തരത്തിൽ. പിന്നെ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ നാടകം കാണുന്ന ഓഡിയൻസിലേക്ക് കുറിച്ച് ഞങ്ങൾ ഭയങ്കര അവെയറാണ് ശരിക്കും പറഞ്ഞത്. കാരണം പലപ്പോഴും സ്ഥിരം നാടകത്തിൻ്റെ ഒരു കാണിയുണ്ട്. അതല്ലാതെ ഇപ്പോൾ പുതിയ പീരിയഡിലാണെങ്കിൽ റീൽസ്, സ്റ്റോറീസ് അല്ലെങ്കിൽ പുതിയ ഫിലിംസോ ഒക്കെ കാണുന്ന ഒരു കാണിയെ കൂടി നാടകത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമായിരുന്നു. അത്തരത്തിലുള്ള നാടകം വിജയമാണ്. കാരണം നാടകത്തിൽ നിന്ന് ഓഡിയൻസിന് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇതുണ്ടാവാൻ കാരണം സുരഭി ലക്ഷ്മി. സുരഭി ആണ് ഈ പ്രൊജക്റ്റ് മാജിക് കീഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് കമ്പനിയാണ്. ആക്ടിംഗ് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന കമ്പനി. ഞാനും സുരഭിയൊക്കെ കൂടി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് നമ്മൾ ഈ പ്ലേ ചെയ്യുന്നത്. ആദ്യത്തെ ഷോ നടത്തിയത് ഗൾഫിലാണ്, ദുബായിൽ. അവിടെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തി, 3 ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ്. അതിന് തെരഞ്ഞെടുത്ത 52ഓളം നടന്മാരെ വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ കാസ്റ്റിംഗ് എത്ര പേരുണ്ടാവും? കാസ്റ്റിംഗ് ഇപ്പം നമ്മൾ 40 പേരോളം ആണുള്ളത്. അപ്പം നമ്മൾ ആളുകൾക്ക് സ്കൂട്ടിങ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്യുമ്പോൾ കുറേ കൂടി ചെറിയ കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ വിവാഹത്തിൽ വലിയ 10 വർഷത്തെ വ്യത്യാസമുണ്ട്. വലിയ ആളുകളായിട്ട് നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് പ്ലേ സംഭവിക്കുന്നത്. പിന്നെ മാജിക് കീഫ് ഗൾഫിൽ ചെയ്യുന്ന സമയത്ത് ബിലീഷ് പോത്തൻ ഇതിൻ്റെ സജീവമായിട്ട് ഭാഗമായിരുന്നു, നാടകത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ആൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. നാടകത്തിന് മിക്കവാറും നാടകത്തിൻ്റെ അന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നവംബർ 24-ഉം 26-ഉം നവംബർ 24-നും 26-നുമാണ് ചാവറ കൾച്ചറൽ സെന്റർ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും നാടകം കാണാൻ വരണം. അതെ. താങ്ക് യു ചേട്ടാ. നമ്മൾ നായികയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അറിയാം, അതിന്റെ ഫോട്ടോഷൂട്ടിലായിരുന്നു. നാടകത്തിന്റെ ഫോട്ടോഷൂട്ടും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അതാണ് ഇങ്ങനെ ഞാൻ കുറച്ച്
കൂടിയ മേക്കപ്പിലൊക്കെ ഇറങ്ങിയത്. ഇപ്പൊ ഒരു 10 വർഷത്തിന്റെ ഒരു കാലയളവ് ഉണ്ടല്ലോ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഈ ഷോയിൽ തന്നെ ഉള്ളത്? 10 വർഷം കഴിഞ്ഞപ്പോ ഒരു 10-40 പണ്ട് ഞങ്ങളൊരു 10-27 പേരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഇരട്ടി ആൾക്കാർ ഉണ്ട്, 40 ആൾക്കാരുണ്ട്. ഇപ്പൊ മാജിക് ഈഫിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ദുബായിൽ ചെയ്ത സമയത്ത് 52 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്രയും പേരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സ്റ്റേജിലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ 40 പേരോളം ആണ് ഈ ദിവസങ്ങളിൽ കളിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ദുബായിലായിരുന്നു. 10 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതൊരു 2 മാസത്തിന്റെ ഗ്യാപ്പിലാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത്. 10 വർഷത്തിന്റെ അന്നത്തത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മള് എങ്ങായിരുന്നല്ലോ. പിന്നേട്ടൻ പറഞ്ഞ പോലെ 10 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ഇപ്പൊ വയസ്സ് കുറച്ച് കൂടി. അതെ, 10 വയസ്സ് കൂടിയതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ആ വർഷം തന്നെ നമുക്ക് അന്ന് സംഗീത നാടക അക്കാദമിയിൽ കളിച്ച സമയത്ത് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അത് ഫെബ്രുവരിയിലായിരുന്നു. ഏപ്രിൽ ആയപ്പോഴാണ് നമുക്ക് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള കിട്ടുന്നത്. ഇപ്പൊ പലപ്പോഴും നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്ന 2 അഭിനയം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. എന്താണ് ആ ഒരു അഭിനയത്തിലുള്ള അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മാജിക് ഈഫ് എന്ന് പറഞ്ഞ ആക്ടിംഗ് വർക്ക്ഷോപ്പ് പരിപാടി നമ്മൾ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം കൂടി. അതിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്നത്. കുറെ പേരുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇപ്പൊ വന്നപ്പോ ശ്രീകാന്ത് സിനിമാക്കാരാണോ നാടകക്കാരാണോ മൊത്തത്തിൽ കൺഫ്യൂഷൻ. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആൾക്കാർ അവര് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത്. ഇതിപ്പോ നടക്കുന്നത് 24th-നും 26th-നുമാണ്. പിന്നെ ഇതിനകത്ത് സിത്താര ചേച്ചിയും മക്ബൂലും പാടിയിട്ടുണ്ട്. മ്യൂസിക് അല്ലേ? മ്യൂസിക് ആ പാട്ട് എഴുതി ഞാനത് പറയാൻ മറന്നുപോയി. അതായത് ചെറിയ സംഭവം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ഇവിടുന്ന് ഒരു രൂപം കിട്ടിയത്. അതെങ്ങനെ അതിലോട്ട് പെട്ടെന്ന് വന്നത്? അത് എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോ നമ്മള് നാടകം ചെയ്യുമ്പോൾ അതിന് വേണ്ടത് എന്താണോ, ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ള ഡയലോഗ് ആയിരിക്കും, ഹിന്ദി ആയിരിക്കും, തമിഴായിരിക്കും. ഇതൊക്കെ ആ നാടകത്തിൽ ആ ക്യാരക്ടറിന്റെ ആ ഇമോഷനിൽ വരുമ്പോൾ കിട്ടും. അല്ലാതെ അത് എൻ്റേതൊന്നും ആണെന്നല്ല, ഈ നാടകത്തിൽ ഏത് ക്യാരക്ടറിനാണെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് കിട്ടും. അല്ലാതെ നമുക്ക് അതിനെപ്പറ്റി ഒരു 2 ഡയലോഗ് എഴുതി പറഞ്ഞാൽ എഴുതാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ തന്നെ വന്നപ്പോഴാണ് ആ ക്യാരക്ടർ അവിടെ ഒരു ചെറിയൊരു 2 ലൈൻ ഉണ്ടായത് നന്നായിരിക്കും, അവർ തമ്മിൽ ചെറിയൊരു പാട്ടൊരു സാധനം ഉണ്ടായ റെഡി ആയിരിക്കും, അങ്ങനെയൊക്കെ തോന്നി ഞാനും മാഷും ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പാട്ടും. പിന്നെ സംഗീതമൊക്കെ എങ്ങനെ വന്നു വെച്ചാൽ എനിക്ക് സംഗീതം യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു അത് നാടകത്തിനായിട്ട് പറ്റും. 2 പേര് പാടുന്നില്ല, സിത്താര ചേച്ചി നരിക്ക് പാടി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ആ പാട്ടൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പം എന്തായാലും നാടകം ചെയ്യുമ്പോൾ എപ്പോഴും ദൈവം താഴെ വന്ന് നമ്മളുടെ കൂടെ നിൽക്കണം. ചെറിയൊരു ലൈവല്ലേ, ചെറിയൊരു ഇത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങളെല്ലാവരും നാടകം കാണാൻ വരണം. ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും ആളുകൾ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാടകത്തിനൊരു മെയിൻ സ്പോൺസർ എന്ന് പറയുന്ന ഒരു തരത്തിൽ ഉള്ള ആളുകളില്ല. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നാടകത്തെ സ്നേഹിക്കുന്ന കുറച്ച് സ്പോൺസേഴ്സാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. പാരഗൺ ആയിക്കോട്ടെ, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കുവൈറ്റ്, അതുപോലെ തന്നെ ഇൻറ്റൽ മണി, മൈജി, പിന്നെ യെല്ലോ ടൂത്ത്സ്, അവരുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ റിഹേഴ്സൽ ക്യാമ്പൊക്കെ അവിടെയാണ് നടത്തുന്നത്. അതുപോലെ സ്റ്റോറി സോഷ്യൽ, പിന്നെ അപ്പായി ഫുഡ് പ്രോഡക്ട്സ്, അങ്ങനെ കുറച്ച് പേര് എല്ലാവരും കൂടെ വിട്ടുപോയിരിക്കും. ക്യാറ്റ് ആൻഡ് ഫോക്സ്, അങ്ങനെ കുറേ പേര് എല്ലാവരും. ഇപ്പോൾ ഞങ്ങൾ നാടകമാണെന്ന് പറയുമ്പോൾ സ്നേഹം അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടുന്നത്. എല്ലാവരും നാടകം കാണാൻ വന്നാൽ എന്തായാലും അത് നിങ്ങൾക്കൊരു മോശമാവില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ, പലരോടും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരത് നാടകം കണ്ടിട്ടില്ല. അവർക്ക് നാടകത്തെ മിമിക്രി ചെയ്തിട്ടുള്ള നാടകങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലേക്ക് അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുതിയതായിട്ട് അഭിനയിക്കുന്നവർ നമ്മൾ കാലടി അതിലൊക്കെ ഒരുപാട് പേര് പുതിയതായിട്ട് പുതുമുഖങ്ങളാണ്. അത് വലിയൊരു ഒരു സ്റ്റാർട്ടിംഗ് ആണ് നാടകത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ് പുതിയ കുട്ടികൾക്ക്. പിന്നെ ദിലീഷ് പോത്തനും ഇപ്പൊ ഷൂട്ട് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അന്നത്തേക്ക് പുള്ളി വരും. ദുബായിൽ ചെയ്തപ്പോൾ പുള്ളിയായിരുന്നു മൊത്തം ഞങ്ങൾ 2 പേരും അസോസിയേറ്റും സ്റ്റേജ് മാനേജിങ്ങും പരിപാടികളും ഒക്കെ ചെയ്തിരുന്നത്. എല്ലാവരും ഉണ്ട്. നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പീരുബായിയുടെയും മുത്തുമൊഴിയുടെയും ജീവിതകഥ കാണാൻ വിളിക്കുന്നു. ബോംബെ ടൈലേഴ്സ് പ്രൊപ്പറേറ്റർ പീരുബായി. ഈ 9 വർഷത്തിന് ശേഷം ബോംബെ ടൈലേഴ്സിലേക്ക് വീണ്ടും വരുമ്പോൾ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? നമ്മളെ ജീവിത രീതിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്.
ബേസിക്കലി മാറ്റം വന്നത് എൻ്റെ മുടി നരച്ചു. പിന്നെ പണ്ട് ബോംബെ ഡെയിലീസ് ചെയ്യുമ്പോൾ ഞാൻ സൂചിയിൽ നൂല് കോർത്തിരുന്നത് ശരിക്കും ഇങ്ങനെ നോക്കിയിട്ടാണ്. ഇപ്പം എനിക്ക് നോക്കി ചെയ്യാൻ പറ്റില്ല, എനിക്ക് കണ്ണട വെക്കണം. അത് ഈ ക്യാരക്ടറിനൊരു മാറ്റമായിട്ട് വരും. അതാണ് ശരിക്കുള്ള മാറ്റം. ശരിക്കുള്ള മാറ്റം അതാണ്. പിന്നെ ഭയങ്കര എന്താ പറയുക, അത്രയും വർഷത്തിന് ശേഷം കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒത്തുകൂടൽ. നാടകം എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു പെർഫോമൻസാണ്. അപ്പം അതിൻ്റെ ഒരു എനർജി ഭയങ്കരമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ഇപ്പോൾ ഞങ്ങൾ രാത്രിയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്, പകലാണ് റിഹേഴ്സൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ടയേർഡോ അങ്ങനെ ഒരു ഇതുമില്ല. ഭയങ്കര ഫുൾ എനർജറ്റിക് ആണ്. അതിനാണ് എൻ്റെ സന്തോഷം. എല്ലാവരും ഭയങ്കര പാഷനേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു വീണ്ടും കേരളത്തിലെ നാടക സദസ്സ് വീണ്ടും ആരംഭിക്കാന്ന് പറയുന്നില്ല. നാടകം സജീവമാണ് കേരളത്തിൽ. ഞങ്ങൾ വീണ്ടും കളിക്കുന്നു. ഞങ്ങളെല്ലാ നാടകക്കാരും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാടകവും സിനിമ പോലെ ടിക്കറ്റ് എടുത്ത്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇവിടെ കളിച്ചപ്പോൾ ടിക്കറ്റ് വെച്ച് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ. ചേട്ടൻ ഇതിലെ കാസ്റ്റിംഗ് ചെയ്യണതും ചേട്ടൻ തന്നെയായിരുന്നു? അല്ല. ഇത് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ 9 കൊല്ലം മുന്നേ ഞാനും വിനോദമൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ടായിട്ടുള്ളത് എന്നാ ചെയ്തേ കളയാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഈ വലുപ്പത്തിലായതായി നാടകം. ഇപ്പൊ ഈ പുതിയ കുട്ടികൾ നേരത്തെ അഭിനയിച്ചവരുണ്ടോ അത് പുതുമുഖങ്ങളാണോ ഉള്ളത്? പുതിയ കുട്ടികളുണ്ട്, നേരത്തെ അഭിനയിച്ചവരും ഉണ്ട്. അവരൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായി. അവരിപ്പം കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരുത്തി അവർ അഭിനയിക്കുന്നുണ്ട്. നമ്മളും കൂടെ ഇപ്പം സിനിമയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ, പിന്നെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ്, പാലേരി മാണിക്യം, കിസ്മത്ത് പോലുള്ള സിനിമയിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. സിനിമയിൽ നാടകത്തിലേക്ക് വീണ്ടും എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് ഇപ്പൊ ആ ഒരു എന്താ പറയാ ചേഞ്ച് കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണ് തോന്നുന്നത്? രണ്ടും രണ്ട് മീഡിയ ആണ്. അത് രണ്ടും നമ്മൾ നമ്മുടേതായ രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പം നാടകം ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സിനിമ നമുക്ക് എന്നും ചിലപ്പോൾ വന്നോളണമെന്നില്ല. അപ്പം എല്ലാ കാലത്തും നാടകം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കയറി വരുന്നതാണ് പലപ്പോഴും സിനിമ. രണ്ടും നമുക്ക് സ്വയം ആസ്വദിക്കാൻ പറ്റുന്നതാണ്. വളരെ സന്തോഷം. ഇപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് 24-ാം തീയതി 26-ാം തീയതി. എല്ലാവരും വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വരണം, കാണണം. താങ്ക് യു സോ മച്ച്. നാടകം കാണാൻ വന്നപ്പോൾ ഒരു അത്ഭുതമായി തോന്നിയത് ഇവിടെ വന്നപ്പോൾ മൊത്തം സിനിമാക്കാരും, സിനിമയിലാണെങ്കിൽ മൊത്തം നാടകക്കാരും. ശ്രീകാന്തേട്ടൻ എങ്ങനെ നാടകത്തിലോട്ട് വന്നു? ശരിക്കും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. നാടകത്തിന് റീടേക്കില്ലല്ലോ. നമ്മളൊരു മണ്ടത്തരം കാണിച്ചാൽ അത് അവിടെ ഉണ്ട്, ഊവലാണെങ്കിൽ അപ്പം കിട്ടും. ഒരു നാടകമാണ്. പിന്നെ ഒരു നാടകം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻ ഏതെങ്കിലും ഒരു മൂലയിൽ നാം കാണണം. ആ മൂലയിൽ നിന്നുള്ള കാഴ്ച അയാളുടെ മാത്രം നാടകം. 2000 പേരുണ്ടെങ്കിൽ അപ്പോൾ ഒരു നാടകം 2000 നാടകം. ഞാനും ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് തന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. പിന്നെ ഇപ്പോൾ ശരിക്കും നാടകവും സിനിമയും ഒക്കെ ഇടകലർന്ന് കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ നാടകവും സിനിമയും തമ്മിൽ വളരെ ഗൗരവമായിട്ടൊരു ബാന്ധവം ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ എപ്പോഴും സിനിമയുടെ അഡ്വാൻറ്റേജ്, സിനിമ ഭയങ്കര പ്രിവിലേജ്ഡാണ്. നമുക്ക് 10ഉം 15ഉം ടേക്കൊക്കെ പോവാം, എന്നിട്ട് നാളെ രാവിലെ വന്ന് വീണ്ടും ടേക്ക് പോവാം. സിനിമയ്ക്ക് നാടകത്തിന് അങ്ങനെയില്ലല്ലോ. അപ്പോൾ സിനിമയുടെ ആ സൗകര്യങ്ങളിൽ നിന്ന് കുറെ കൂടി സ്പെസിഫിക് ആയിട്ട്, കുറെ കൂടി ഗൗരവമായിട്ട്, കുറെ കൂടി മനസ്സാന്നിധ്യത്തോടെ, പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് ഒരു ഊടുംപാവും നെയ്യുന്നതിന് ഒരു ചെറിയ പെർഫോമൻസിന് ചിലപ്പോൾ ഒരു ചെറിയ എൻട്രിയെ നമ്മളെ ഉണ്ടാവുള്ളൂ. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നാടകത്തിലെ പല നൂല് അല്ലെങ്കിൽ പല മുത്തുകളിൽ നമ്മളുടെ റോള് വളരെ പ്രധാനമാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് കയറി പണി നടത്തി ഇറങ്ങിയില്ലെങ്കിൽ, ഞാൻ അതിന് ഏറ്റവും പെരിഫറലായിട്ട് പറയാമല്ലോ, നാടകത്തിൻ്റെ ആ ഒരു അത്ഭുതമാണ് നമ്മളെപ്പോഴും നാടകത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത്. അപ്പോൾ എന്തായാലും ഈ ബോംബെ ടൈലേഴ്സിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോഴും ദുബായിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും എനിക്ക് പോകാൻ പറ്റിയില്ല. സുരഭിയും വിനോദമൊക്കെ എന്നെ ആ സമയത്ത് വിളിച്ചിട്ട് ഇൻഫോം ചെയ്തു, പോത്തനും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിക്കും ആ സമയത്തിന് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ രാജസ്ഥാനിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രസൻസ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചാണ് എൻ്റെ ഒരു സങ്കടം ഞാൻ തീർത്തത്. അപ്പോഴാണ് ഇതിവിടെ ഉണ്ട് എന്നറിയണം. അപ്പോൾ ശരിക്കും നാടക പ്രവർത്തകർ എന്ന നിലയ്ക്കും സിനിമാ പ്രവർത്തകർ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ആൾക്കും നമ്മൾ ഇടപെടണം. അപ്പം ഇടപെടാനുള്ള ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ നാടകത്തെ കാണുന്നത്. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഇടപെടാനുള്ള മോഹമുള്ള എല്ലാവരും, ഞാൻ നാടകത്തെയോ സിനിമയോ കലയോ മാത്രമല്ല പറയാം, സമൂഹത്തിലെ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു പ്രചോദനമാവും. ഇതൊരു ഗംഭീര നാടകമാണ്. അതുകൊണ്ട്
നമുക്ക് കിട്ടിയ അവസരം മുതലാക്കുക. ബോംബെ ടൈലേഴ്സ് കാണുക. വരുന്ന 24 26 24 24 26 നിങ്ങളുടെ നാട്ടിൽ പറയുന്നു, ഇങ്ങോട്ട് പറയാം 24 26 ചാവറ കൺവെൻഷൻ സെന്ററിൽ ഇപ്പോൾ ധാരാളം പ്രോഗ്രാമുകൾ നടക്കുന്ന ഗംഭീര ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചാവറ കൺവെൻഷൻ സെന്ററിൽ. നമുക്ക് വളരെ സൗകര്യമാണ്. എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എറണാകുളത്തുള്ളതിലെ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ചാവറ. അവിടെ ബോംബെ ടൈലേഴ്സ് കളിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ഞാനും ഇതിലൊരു ഭാഗമാണ്. നാടകങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ലാതെ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കും ഇതൊരു പുതിയ അനുഭവമാണ്, നിങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാവട്ടെ. ഇങ്ങനെയുള്ള പുതിയ അനുഭവങ്ങൾ നിങ്ങളാൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാനായിട്ടുള്ള പ്രചോദനമാവട്ടെ. ഇപ്പം ഈ 40 പേരിൽ ഒരുപാട് പാഷനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ അവിടെ പറയണ്ടായി. ഡോക്ടറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നാടകം കൂടിയിട്ട് എങ്ങനെയാണ് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അതിന് പ്രത്യേകിച്ച് നമുക്ക് സമയം കണ്ടെത്തേണ്ടി വരില്ല. ആ സമയം താനേ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നാടകം ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്. നേരത്തെ നാടകങ്ങളിൽ കുറച്ച് അഭിനയിച്ചിട്ടുള്ളൊരു പരിചയമുണ്ട്. ഈ നാടകത്തിൽ പ്രശ്നം എന്താ വെച്ചാൽ അതിന് ഭയങ്കര അഡിക്ഷനാണ്. ഒരു തവണ നമ്മൾ അഭിനയിച്ചാൽ പിന്നെ എവിടെ ചാൻസ് കിട്ടിയാലും നമ്മൾ അറിയാതെ നാടകത്തിൽ കയറി പറ്റാൻ ശ്രമിക്കും, അല്ലേ? ക്യാമ്പസ് നാടകങ്ങളിലുള്ള ഒരു അനുഭവമുണ്ട്. അങ്ങനെയാണ് ശ്രീ വിനോദ് കുമാറുമായിട്ടുള്ള പരിചയം. അങ്ങനെ അദ്ദേഹത്തിന് നാടകം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം വിനോദ് ഇങ്ങനെ ചോദിച്ചു, ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും ആലോചിച്ചില്ല, സമയമൊക്കെ അങ്ങനെ താനേ വരും. അങ്ങനെ ഒരു ചെറിയ റോള് ചെയ്യുന്നുണ്ട് ഈ നാടകത്തിൽ. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഭയങ്കര ഗംഭീര ആക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. സ്ട്രെസ് ഫ്രീയും കൂടിയാണ് അല്ലേ? അതെ അതെ അതെ. ഏത് കലാരൂപവും സത്യത്തിൽ നമ്മളെന്ത് പ്രൊഫഷനാണെങ്കിലും ഉള്ളിലൊരു കലാകാരൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ സ്ട്രെസ്സ് മാത്രമല്ല, നമുക്ക് മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു കലാരൂപം ഉണ്ടെങ്കിൽ നല്ലതാണ്. 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെന്താ, 24 മണിക്കൂറല്ല, നമ്മൾ വിചാരിച്ചാൽ അതിനെ ഡബിളാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ നാടകങ്ങളും പാട്ടും ഡാൻസൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ഇവൻറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഈ നാടകവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ബോംബെ ടൈലേഴ്സിൻ്റെ ഇവൻറ്റ് പാർട്ട്ണറായിട്ട് ഇടം പങ്കുകൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടം നമ്മുടെ ഇങ്ങോട്ട് സ്ഥാപനം ആയതുകൊണ്ട് എല്ലാ തരത്തിലും നമ്മുടെ നാടകമാണ് ഇത്. അതുകൊണ്ട് മാത്രമല്ല ഇതൊരു ഗംഭീര നാടകമാണ്. ഇതിൻ്റെ എല്ലാ കഥയാണെങ്കിലും ഇതിൻ്റെ കഥാപാത്രങ്ങളാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സംവിധാനമാണെങ്കിലും ഇതിൻ്റെ അഭിനേതാക്കളാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ നാടകത്തിൽ ചെറിയതായിട്ടൊരു റോളെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യമായിട്ട് സന്തോഷമായിട്ട് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. 2 തവണ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി ഇത്തരം നാടകങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ 1001 വീടുകളിൽ പോയിട്ട് ഒറ്റയ്ക്ക് നാടകം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിലെ എക്സ്പീരിയൻസ് പറയും. ഇതിലെന്ന് പറഞ്ഞാൽ വെച്ചാൽ വിനോദിനെ പോലുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സംവിധായകരും എഴുത്തുകാരിലും ഒരാൾ വിനോദ് കുമാർ. വിനോദിൻ്റെ ഈ നാടകത്തിൻ്റെ സംഗീത നാടക അക്കാദമിക്ക് ഒരുപാട് സമ്മാനങ്ങളും നടനും ആ സംവിധായകനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും വിനോദിൻ്റെ നാടകത്തിൽ അഭിനയിക്കണം എന്നൊക്കെ. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയ സമയത്താണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. വിനോദിൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. ഇത് 9 വർഷം മുന്നേ ചെയ്താണ്. അന്നത്തെ ആളുകൾ ഇല്ലാതെ പോയത് കൊണ്ടുള്ളൊരു വേക്കൻസി കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്ന നാടകം അത് വളരെ ഗംഭീരമായൊരു നാടകത്തിൽ ചെറിയ സീൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ദേശീയ അവാർഡ് കിട്ടിയൊരു ആക്ട്രസ് ഉണ്ട്, സുരഭി ലക്ഷ്മി, അതുപോലെ തന്നെ ബിനോയ് നമ്പോല. പിന്നെ ഇതിൽ കാണുന്ന ആക്ട്രസൊക്കെ സിനിമ ആക്ട്രസ്സാണ്, സിനിമയിലെ ആക്ടർ ഒക്കെയാണ് ഇതിലുള്ളത്. പിന്നിൽ പ്രവർത്തിക്കുന്ന 40ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. മലയാള നാടകത്തിൽ തന്നെ ഇത്രത്തോളം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അമേച്ചർ നാടക സംഘങ്ങൾ അധികവും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു നാടകങ്ങൾ എല്ലാവരും കാണണം. അതെല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഊർജ്ജം തന്നെയായിരിക്കും. ഇപ്പം എല്ലാവരും സിനിമയുടെ പുറകിലാണല്ലോ പോകുന്നത്. സിനിമ കാണുമ്പോൾ ടിക്കറ്റ് എടുക്കണ പോലെ തന്നെ ഇപ്പം നാടകം കാണുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കഴിഞ്ഞു. അതെ, എത്രമാത്രം എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും നമ്മളിപ്പോൾ അതിനെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പോലും പലപ്പോഴും സീറ്റ് ഹൗസ് ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
ആക്ടിങ് എന്ന് പറയുന്ന ആ ഒരു കല ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അത് പുറത്തെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പല തലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തിയേറ്ററിലൂടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ നാടകത്തിലൂടെ. ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ഇവിടെ വന്നു ചേരുന്ന എല്ലാവരും തന്നെ പല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള, പലരും 9 to 5 ജോബ് ചെയ്യുന്നവരാണ്, പലരും ബിസിനസ്സുകാരാണ്, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ജോലികളും ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഈ ഒരു നാടകത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ്, അത്ര പാഷനേറ്റ് ആയിട്ട് ഈ ഒരു നാടകത്തിനെ കാണുന്ന ആൾക്കാരാണ്. അപ്പം ചെറിയൊരു വേഷമാണെങ്കിൽ പോലും അവരിവിടെ വെളുപ്പാങ്കാലം വരെ ഉണ്ടാവും. അവരുടെ ജോലി കഴിഞ്ഞ് ഇവിടെ വരുന്നു, വെളുപ്പാങ്കാലം വരെ ഇരിക്കുന്നു. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് ഒരു ഫാമിലി പോലെയാണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇതൊരു സ്ട്രെസ് ബസ്റ്റർ കൂടെയാണ്. സോ വി ആർ ഓൾ വെരി എക്സൈറ്റഡ് വെൻ ദിസ് ഗോസ് ഓൺ സ്റ്റേജ് ഓൺ 24th. അതെ, നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 10 വർഷത്തിന് ശേഷമുള്ള കാത്തിരിപ്പും കൂടെയാണ്. 9 വർഷത്തിന് ശേഷം എല്ലാവരും എക്സൈറ്റഡ് ആണ്. എല്ലാവരും വന്ന് 24th 26th നാടകം കാണുക, സപ്പോർട്ട് ചെയ്യുക. യെസ്, താങ്ക് യു. ചേട്ടാ, 2016 ഇത് തുടങ്ങിയത്. ആ ഒരു ഓർമ്മകളെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? വിനോദന്റെ സുഹൃത്താണ്. അപ്പോൾ യുവജനോത്സവത്തിന്റെ ഒരു വേദി മാലിയങ്കരയിൽ നടക്കുമ്പോൾ വിനോദന്റെ ഒപ്പം ഞാനും പോയി നാടകം കാണാൻ. അപ്പോൾ അന്ന് തന്നെ നാടകം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു താല്പര്യം തോന്നും. ഇതിന്ന് ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കേണ്ട ഒരു പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ അതൊരു ചെറിയ സ്ക്രിപ്റ്റായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു രാത്രിയിലെ ഒരു നീണ്ട ഫോൺ കോൺവെർസേഷനാണ് ഇതിലേക്ക്. അപ്പം അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണമല്ലോ, മെയിനായിട്ട് സാമ്പത്തികം, പിന്നെ ആളുകൾ. അപ്പം അന്നിരുന്നാലും അത് ചെയ്യണമെന്നുള്ളൊരു. അപ്പം അതിന് എന്നോടൊപ്പം തന്നെ അന്ന് സഹായിക്കാൻ വാസുദേവനും ദിനേശനും ആദ്യകാലങ്ങളിൽ ഇനീഷ്യൽ ടോക്കൺ എക്സ്പെൻസ് എടുക്കാൻ അവരും തയ്യാറായാണ് അതിന് സ്റ്റാർട്ടപ്പ് ചെയ്യണം. നമ്മൾ 2017 സംഗീത അക്കാദമിയുടെ ഫൈനൽ റൗണ്ടിൽ നമ്മൾ മത്സരിക്കണം. അങ്ങനെ 4 അവാർഡ് നേടി. അവതരണം, സ്ക്രിപ്റ്റ്, നല്ല നടൻ, നല്ല നടി, ഒരു അവാർഡ് നേടി. പിന്നെ ഇത് കേരളത്തിൽ പല സ്ഥലത്തും പ്രമുഖമായ സ്റ്റേജുകളിലൊക്കെ കളിച്ചു. ലാസ്റ്റ് നമ്മൾ പെർഫോം ചെയ്തത് സൂര്യ ഫെസ്റ്റിവലും അത് കഴിഞ്ഞ് വേലൂരും ആണ്. പിന്നെ ഈ നാടകം തന്നെ സൗദി അറേബ്യയിൽ കളിച്ചു. അന്ന് വിനോദും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും പോയിട്ടാണ് അതവിടെ ചെയ്തു കൊടുത്തത്. അപ്പം അതാണ് ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രൊഡ്യൂസറാണ്, ഇപ്പോൾ സുരഭി ലക്ഷ്മിയാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് ആ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രൊഡക്ഷൻ എടുത്തതിൽ ഞാനൊന്ന് അഭിമാനിക്കണം, ആസ് എ പ്രൊഡ്യൂസർ ആസ് വെൽ ആസ് എ ആക്ടർ. അതാണ് എനിക്ക് ഇതിലുള്ള ഏറ്റവും വലിയ. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് 24th and 26th. പലരും ഇപ്പോൾ ചോദിക്കുന്നത് തന്നെ, ഇപ്പം തന്നെ ഇതിൻ്റെ സ്പ്രെഡ് ആയി കഴിഞ്ഞു. അതെ അതെ, എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന 24, 26 തീയതികളിലായി ചാവറ കൾച്ചറൽ സെന്ററിൽ മാജിക് ഈവ് അവതരിപ്പിക്കുന്നു നാടകം ബോംബെ ടൈലേഴ്സ്. ബോംബെ ടൈലേഴ്സ് മറക്കണ്ട, 24, 26 തീയതികളിൽ ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് 7 മണിക്ക് രാത്രി നടക്കുന്നതാണ്. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. എല്ലാവരും വരിക.